ബാക്ക് സൈഡിലൊരു വീട് കാണുന്നുണ്ട്. വന്നപ്പോ ഇത് കണ്ടൊരു ഹോട്ടലാണ്. ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എളമ്പാശ്ശേരി മാമലക്കണ്ടം മാങ്കുളം റോഡിലാണ്. നമ്മുടെ മലയോര ഹൈവേയിലാണ് 4ാം പാർട്ടാണ്. അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3 കാണാതെ ദയവായി പ്രീവിയസ് എപ്പിസോഡ് കാണാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ റോഡിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ആക്ച്വലി ഈ റോഡ് ആരംഭിക്കുന്നത് മാമലക്കണ്ടം എളമ്പാശ്ശേരി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്നുമാണ്. 24 കിലോമീറ്ററാണ് നമുക്ക് വനത്തിലൂടെ ട്രാവൽ ചെയ്യാനുള്ളത്. അത് നല്ല കൊടും വനമാണ്. ഇടുക്കി ജില്ലയാണ് വരുന്നത്. ഏകദേശം നമുക്കൊരു 23-24 കിലോമീറ്ററോളം നമുക്ക് ഓഫ് റോഡിൽ ഇപ്പോൾ ട്രാവൽ ചെയ്യണം. ആക്ച്വലി ഈ റോഡ് 25 കൊല്ലമായിട്ട് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഹൈക്കോടതിൻ്റെ ഓർഡർ വന്നേ പിന്നെയാണ് ഈ റോഡ് ഇപ്പോൾ ഓപ്പൺ ആയത്. നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു കുർത്തിക്കൽ ട്രൈബൽസ് കോളനി കാണാൻ പറ്റും. അതുപോലെ തന്നെ കൊടുംവനമാണ്. 98% വരെ കാട്ടുമൃഗങ്ങൾ കാണാൻ പറ്റുന്ന ഒരു കിടിലൻ റൂട്ടാണ്. പക്ഷേ ആനിമൽ സൈഡിങ്ങിലൊക്കെ ആയിരിക്കും കൂടുതലും കാട്ടാന, പുലി, എല്ലാ മൃഗങ്ങളും ഈ കാട്ടിനകത്തുണ്ട്. ആക്ച്വലി ഇത് മൂന്നാറിലേക്കുള്ള എളുപ്പ റൂട്ടാണ്. പക്ഷേ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. എന്തായാലും ഉടനെ തന്നെ ഈ റോഡ് ടാർ ചെയ്യുന്നതായിരിക്കും. കാരണം ടാറിങ് ചില കോൺക്രീറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലുള്ളത്. കാരണം ടാർ ചെയ്തിട്ടുണ്ടെങ്കിൽ കാട്ടാനയുടെ കാലിൽ കൊള്ളുമെന്നുള്ള രീതി കേട്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ വരുന്നത് നമ്മൾ നേരെ മാങ്കുളം ഭാഗത്തു നിന്നാണ്. ആക്ച്വലി ഈ റോഡ് ആരംഭിക്കുന്നത് എളമ്പാശ്ശേരി ചെക്ക് പോസ്റ്റിൽ നിന്നും അവസാനിക്കുന്നത് മാങ്കുളം പെരുമ്പൻകുത്ത് വാട്ടർഫോളിൻ്റെ ഭാഗത്താണ്. നമ്മുടെ ഓൾഡ് മൂന്നാർ റോഡിൻ്റെ കുറച്ച് ഭാഗമൊക്കെ നമ്മൾ ഇതിൽ കണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ ഡേ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ ഇതിൻ്റെ ഡേ വീഡിയോ നമുക്ക് കാണുന്നതാണ്. നമ്മളിപ്പോൾ ജീപ്പിൽ കണ്ടത് കുർത്തിക്കുടി ട്രൈബൽസ് ആണ്. കുർത്തിക്കുടിയിൽ താമസിക്കുന്ന ആദിവാസികളാണ്. അവനപ്പോൾ ജീപ്പിൽ ഇങ്ങിത്തിരിഞ്ഞാണ്ട പോകുന്നത്. ആക്ച്വലി എനിക്ക് നോക്കാൻ പറ്റത്തില്ല. എന്തായാലും അവനെ സമ്മതിച്ചാണ് കേട്ടോ. എന്തായാലും ഇതിലൂടെ പോകുമ്പോഴത്തേക്ക് എൻ്റെ ഉടനെക്കാട് സെറ്റപ്പ് കേൾക്കാനായിട്ട് മറ്റേ ജീപ്പിൻ്റെ സൗണ്ടും അതുപോലെ തന്നെ കാടിൻ്റെ BGM ഒരു രക്ഷയില്ല. ജീപ്പിനുള്ള സൗണ്ട് കേൾക്കാനായിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എന്ത് രസം കേൾക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നമുക്ക് കുറച്ചേരം സൗണ്ട് ആയിട്ട് അങ്ങോട്ട് പോകാം. റേഞ്ച് ആക്ച്വലി നമ്മുടെ ആന സൈഡിലുണ്ടെന്ന് അറിയത്തില്ല. കാരണം നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്തായാലും നല്ല കൊടുംവനമാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈറ്റിക്കാടാണ്. ആനയുടെ ഫേവറേറ്റ് ഫുഡാണ് നമ്മുടെ സൈഡിലും എല്ലായിടത്തും കാണുന്നത്. എന്തായാലും ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. എന്തായാലും നിങ്ങൾ നൈറ്റ് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഒറ്റയ്ക്ക് പോകരുത്. ഈ മാമലക്കണ്ടത്തോ അല്ലെങ്കിൽ മാങ്കുളംപാത്തോ ജീപ്പ് ഡ്രൈവറിൻ്റെ കൂടെ പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ വഴി തെറ്റി പോകാൻ ചാൻസ് ഉണ്ട്. മറ്റേ വഴി ഉണ്ടെങ്കിൽ തന്നെ ചില ഭാഗത്തൊക്കെ ലെഫ്റ്റുമായിട്ടുള്ള തീവ്ര റോഡുകളുണ്ട്. വളരെ അപൂർവം. പക്ഷേ റോഡ് ഇത്തിരി മോശമാണ്. വണ്ടിക്ക് പണി കിട്ടാൻ ചാൻസ് കൂടുതലുമാണ്.
മൊത്തം അതായിരിക്കും ഈറ്റേക്ക് കണ്ടപ്പോൾ ഇത് കണ്ടൊരു ഓട്ടമുള്ള കാട് കഴിയാറായി ഓൾമോസ്റ്റ് എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇത് ഷേക്ക് ഉണ്ടാവും കാരണം ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യണ മൊബൈൽ ഫോണാണ് സാംസങ് ഗാലക്സി M5 മൊബൈൽ ഫോൺ. ഉണ്ടാവും അപ്പോൾ നമ്മൾ താമസമുള്ള ഏരിയയെത്തി. റൈറ്റ് സൈഡിലൊരു വീട് കാണുന്നുണ്ട്. ചെക്ക് പോസ്റ്റ് ആയില്ല വീടിൻ്റെ ചെക്ക് പോസ്റ്റ് എടുത്ത് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ എളമ്പ്ലാശ്ശേരി ചെക്ക് പോസ്റ്റ് ഭാഗത്തേക്ക് നമ്മളെ റിപ്പോർട്ട് ചെയ്തു. നമ്മളിത് എക്സിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ മൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.